നമസ്കാരം. മിഡിസ്റ്റ് അവർ തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. സൗദിയിലേക്ക് വീട്ടുവേലക്കാരെ റിക്രൂട്ട് ചെയ്യാൻ തൊഴിൽ മന്ത്രാലയം ഏർപ്പെടുത്തിയ മുസാനിദ് സംവിധാനം കൂടുതൽ പരിഷ്കരിക്കും. ഓൺലൈൻ സൗകര്യങ്ങൾ ഉൾപ്പെടുത്തും. പരിഷ്കരണം റിക്രൂട്ടിംഗ് നടപടികൾ കാര്യക്ഷമമാക്കാൻ. ഗതാഗത നിയമലംഘനത്തിന് പിഴയടയ്ക്കാൻ ദുബായ് പോലീസ് സ്മാർട്ട് സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നു. സ്വകാര്യ കമ്പനിയുമായി ചേർന്ന് 1000-ഓളം കിയോസ്കുകളിലൂടെ പിഴയടയ്ക്കാൻ സൗകര്യമൊരുക്കുമെന്ന് സ്മാർട്ട് സർവീസ് വകുപ്പ് ഡയറക്ടർ. മൊബൈൽ ഫോണിലൂടെ ഇടപാടുകൾ പൂർത്തിയാക്കി പണമടയ്ക്കാനുള്ള സംവിധാനവും ആലോചനയിൽ. ഉംറ തീർത്ഥാടകരുടെ എണ്ണത്തിൽ 3 വർഷത്തിനകം 10 ഇരട്ടി വർധനവുണ്ടാകുമെന്ന് ഹജ്ജ് മന്ത്രി. പുതിയ ഉംറ നിയമാവലി ഉടൻ പ്രാബല്യത്തിൽ വരും. പുതിയ നിയമം പ്രാബല്യത്തിലായാൽ മാസത്തിൽ 12.5 ലക്ഷം തീർത്ഥാടകർ ഉംറയ്ക്കെത്തുമെന്നും ബനദർ അൽ ഹജാർ. കുവൈത്തിൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഉൾപ്പെടെയുള്ള പാഴ്സലുമായി കാർഗോ ഏജൻസി തട്ടിപ്പുകാരൻ മുങ്ങിയെന്ന് പരാതി. സാഗർ കാർഗോ ഏജൻസിക്കെതിരെ പരാതിയുമായി എത്തിയത് പാലക്കാട് സ്വദേശി പ്രദീപ് കൃഷ്ണൻ. വാർത്തകൾ വിശദമായി. സൗദിയിലേക്ക് വീട്ടുവേലക്കാരെ റിക്രൂട്ട് ചെയ്യാൻ തൊഴിൽ മന്ത്രാലയം ഏർപ്പെടുത്തിയ മുസാനിദ് സംവിധാനം കൂടുതൽ ഓൺലൈൻ സൗകര്യങ്ങൾ ഉൾപ്പെടുത്തി പരിഷ്കരിക്കും. ഓൺലൈൻ സംവിധാനവും റിക്രൂട്ടിംഗ് നടപടികളും കാര്യക്ഷമവും വ്യവസ്ഥാപിതവുമാക്കാനാണ് പരിഷ്കരണം നടപ്പിലാക്കുന്നത്. വീട്ടുവേലക്കാരെ ആവശ്യമുള്ളവർ മുസാനിദ് സംവിധാനത്തിലൂടെ ഓൺലൈൻ വഴി അപേക്ഷിക്കുമ്പോൾ 25% പണമടയ്ക്കാനും തുടർ നടപടികൾ ഓൺലൈൻ വഴി അറിയാനും പുതിയ പരിഷ്കരണത്തോടെ സാധിക്കും. പണമടയ്ക്കുന്നതോടെ രാജ്യത്ത് റിക്രൂട്ടിംഗ് ഏജൻസികളുടെ ഉത്തരവാദിത്തത്തിലാണ് നടപടികൾ പുരോഗമിക്കുക. തൊഴിൽ മന്ത്രാലയം കരാർ ഒപ്പുവച്ച രാജ്യങ്ങളിലെ വിദേശ ഏജൻസികളുമായി റിക്രൂട്ടിംഗ് ഏജൻസികൾ ബന്ധപ്പെട്ട നടപടികൾ തുടരും. തൊഴിൽ മന്ത്രാലയം നിശ്ചയിച്ച 60 ദിവസത്തിനകം തൊഴിലാളിയുടെ പാസ്പോർട്ടിൽ വിസ സ്റ്റാമ്പ് ചെയ്തിരിക്കും. തൊഴിലാളിയുടെ മതം, തൊഴിൽ പരിചയം, സൗദിയിൽ മുമ്പ് ജോലി ചെയ്തിട്ടുണ്ടോ എന്നീ വിവരങ്ങൾ റിക്രൂട്ടിംഗ് കമ്പനികൾ സ്പോൺസർക്ക് നൽകണം. വിവാഹിതനോ അവിവാഹിതനോ ഏത് ഭാഷക്കാരനാണ് എന്നിവ തിരഞ്ഞെടുക്കാൻ റിക്രൂട്ടിംഗ് ഏജൻസികൾക്ക് സ്വാതന്ത്ര്യമുണ്ടായിരിക്കും. മീഡിയ 1 റിയാദ്. ഗതാഗത പിഴയടയ്ക്കാൻ ദുബായ് പോലീസ് കൂടുതൽ സ്മാർട്ട് സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നു. മാക്സ് ബോക്സ് മിഡിൽ ഈസ്റ്റ് എന്ന സ്വകാര്യ കമ്പനിയുമായി ചേർന്ന് രാജ്യമാകെയുള്ള 1000-ഓളം കിയോസ്കുകളിലൂടെ പിഴയടയ്ക്കാൻ സൗകര്യമൊരുക്കിയതായി ദുബായ് പോലീസ് അറിയിച്ചു. ഗതാഗത പിഴയടക്കാൻ ദുബായ് പോലീസ് മാക്സ് ബോക്സ് മിഡിൽ ഈസ്റ്റ് എന്ന സ്വകാര്യ കമ്പനിയുമായി ചേർന്ന് 1000-ഓളം കിയോസ്കുകൾ ഒരുക്കിയതായി സ്മാർട്ട് സർവീസ് വകുപ്പ് ഡയറക്ടർ കേണൽ ഖാലിദ് അൽ റസൂഖി പറഞ്ഞു. പണമായും ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചും കിയോസ്കുകളിലൂടെ പിഴയടയ്ക്കാം. നേരത്തെയുള്ള കിയോസ്കുകളിൽ പണമായി അടക്കാൻ സൗകര്യമുണ്ടായിരുന്നില്ല. നേരത്തെയുള്ള 1000 കിയോസ്കുകൾക്ക് പുറമെ ദുബായിൽ പുതുതായി 21 കൂടി സ്ഥാപിക്കും. പോലീസ് സ്റ്റേഷനുകളിലും മാളുകൾ ഉൾപ്പെടെ ആളുകൾ കൂടുതലെത്തുന്ന സ്ഥലങ്ങളിലുമാണ് സ്ഥാപിക്കുക. ദുബായ് പോലീസിന്റെ ബ്രാൻഡും ലോഗോയും യന്ത്രങ്ങളിൽ പതിക്കും. 5 ഇതിനകം സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ മാസം അവസാനത്തോടെ ബാക്കി സ്ഥലങ്ങളിലും യന്ത്രങ്ങളെത്തും. യന്ത്രങ്ങളിലൊരുക്കുന്ന ദുബായ് പോലീസിന്റെ പ്രത്യേക ആപ്ലിക്കേഷനിലൂടെയാണ് പണമടക്കാൻ സാധിക്കുക. യന്ത്രങ്ങൾ സ്ഥാപിച്ച് 10 ദിവസത്തിനകം തന്നെ 327 ഇടപാടുകളിലൂടെ 2.5 ലക്ഷം ദിർഹത്തിനടുത്ത് പിഴയായി ലഭിച്ചതായി അദ്ദേഹം പറഞ്ഞു. ദുബായ് പോലീസിന്റെ 5 സേവനങ്ങൾ കൂടി കിയോസ്കുകളിലൂടെ ലഭ്യമാക്കാൻ ചർച്ചകൾ നടന്നുവരുന്നുണ്ട്. വാഹനത്തിന്റെ നിറം മാറ്റുന്നത് മുതൽ രാത്രി ജോലി പെർമിറ്റ് വരെ ഇങ്ങനെ ലഭ്യമാക്കാൻ പദ്ധതിയുണ്ട്. ഡു, ഇത്തിസലാത്ത്, സേവ, ഫീവ, സാലിക്ക് തുടങ്ങിയ സംവിധാനങ്ങളും കമ്പനിയുടെ കിയോസ്കുകൾ ഉപയോഗിച്ചു വരുന്നുണ്ട്. 85% പേരും കാർഡിന് പകരം പണമായാണ് സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതെന്ന് മാക്സ് ബോക്സ് മിഡിൽ ഈസ്റ്റ് ജനറൽ മാനേജർ റിച്ചാർഡ് വൈറ്റ് പറഞ്ഞു. മൊബൈൽ ഫോണിലൂടെ ഇടപാടുകൾ പൂർത്തിയാക്കി യന്ത്രത്തിൽ പണമടക്കാൻ സാധിക്കുന്ന സംവിധാനവും ആലോചനയിലുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. മീഡിയ 1 ദുബായ്. കുവൈത്തിൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഉൾപ്പെടെയുള്ള പാഴ്സലുമായി കാർഗോ ഏജൻസി നടത്തിപ്പുകാർ മുങ്ങിയതായി പരാതി. പാലക്കാട് സ്വദേശി പ്രദീപ് കൃഷ്ണനാണ് സാഗർ എന്ന കാർഗോ ഏജൻസിക്കെതിരെ പരാതിയുമായി രംഗത്തെത്തിയത്. ഏജന്റ് നൽകിയ വിലാസത്തിൽ അന്വേഷിച്ചപ്പോഴാണ് തട്ടിപ്പ് മനസ്സിലായതെന്ന് പ്രദീപ് മീഡിയ 1 പറഞ്ഞു. ഇക്കഴിഞ്ഞ ജൂൺ 20-നാണ് ഹോം തിയേറ്റർ ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ നാട്ടിലേക്ക് അയക്കുന്നതിനായി പ്രദീപ് സാഗർ കാർഗോ സർവീസസ് എന്ന സ്ഥാപനത്തിന്റെ നമ്പറിൽ ബന്ധപ്പെട്ടത്. അന്നുതന്നെ ഏജന്റായ കോഴിക്കോട് സ്വദേശി മുറിയിൽ വന്ന് പാർസൽ ശേഖരിക്കുകയും 33 ദിനാറിന്റെ രസീതി നൽകുകയും ചെയ്തു. മാസങ്ങൾ കഴിഞ്ഞിട്ടും എയർ കാർഗോ വഴി അയച്ച പാർസൽ വീട്ടിലെത്തിയിട്ടില്ലെന്നാണ് കുവൈത്തിൽ സ്വകാര്യ കമ്പനി ജീവനക്കാരനായ പ്രദീപ് പറയുന്നത്. മലയാളി എന്നുള്ള വിശ്വാസത്തിന്റെ പേരിൽ ഞങ്ങൾ ആ കാർഗോയിൽ കൊടുത്തു. അപ്പോൾ അവർ പോകുന്ന സമയത്ത് ഒരു കാർഡും തന്നു. ആ കാർഡിലും വിളിച്ച നമ്പർ ഒന്നും എടുക്കുന്നില്ല. 15 ദിവസത്തിനുള്ളിൽ വീട്ടിലെത്തുമെന്നായിരുന്നത്രേ ഏജന്റിന്റെ വാഗ്ദാനം. പാർസൽ ലഭിക്കാതിരുന്നപ്പോൾ ബിസിനസ് കാർഡിലെ വിലാസത്തിൽ അന്വേഷിച്ചപ്പോൾ അവിടെ അത്തരമൊരു സ്ഥാപനം പ്രവർത്തിച്ചിരുന്നില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞതെന്നും ഇദ്ദേഹം പറഞ്ഞു. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ ഫർവാനയിൽ പോയിട്ട് കാര്യങ്ങൾ അന്വേഷിച്ച സമയത്ത് ഇങ്ങനെ ഒരു ഓഫീസ് അവിടെ ഇല്ല എന്നുള്ളതാണ് അറിയപ്പെട്ടത്.
പിന്നെ അതിനുശേഷം അവരുടെ ഒരു 6 മൊബൈൽ നമ്പേഴ്സ് ഉണ്ടായിരുന്നു. അതിലെല്ലാത്തിനും വിളിച്ചു നോക്കിയപ്പോൾ ഒരു റെസ്പോൺസും കിട്ടുന്നില്ല. മറ്റു പ്രവാസികൾ സമാനമായ തട്ടിപ്പിന് ഇരയാകരുതെന്ന് കരുതിയാണ് തനിക്കു പറ്റിയ അമളി വാർത്തയാക്കാൻ മുന്നോട്ട് വന്നതെന്ന് പറഞ്ഞ പ്രദീപ് കാർഗോ അയക്കുന്നതിന് മുമ്പ് ഏജൻസിയുടെ വിശ്വാസ്യത ഉറപ്പുവരുത്തണമെന്നും ഓർമ്മിപ്പിച്ചു. വേറൊരാൾക്കും ഇതേപോലുള്ള അനുഭവങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കാനും അവരുടെ ഇതേപോലെ വിലപ്പെട്ടിട്ടുള്ള വസ്തുക്കൾ നഷ്ടപ്പെടാതിരിക്കാനും വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇതുമായി ബന്ധപ്പെട്ടത്. മുനീർ അഹമ്മദ്, മീഡിയ 1, കുവൈറ്റ് സിറ്റി. ഷഹാനിയയിൽ മാൻഹോൾ വൃത്തിയാക്കുന്നതിനിടെ 4 മലയാളികൾ ശ്വാസം മുട്ടി മരിച്ച കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 3 പേരുടെ ശിക്ഷയിൽ അപ്പീൽ കോടതി ഇളവ് നൽകി. പിഴ സംഖ്യ 95% കുറയ്ക്കാനും തടവ് ശിക്ഷ താൽക്കാലികമായി നിർത്തിവെക്കാനുമാണ് വിധി. ശുചീകരണ കരാറെടുത്ത ട്രേഡിംഗ് കമ്പനി അധികൃതരെയാണ് കോടതി ശിക്ഷിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം മെയ് 31-നാണ് ക്രിമിനൽ കോടതി ശിക്ഷ വിധിച്ചത്. കരാർ കമ്പനിയിലെ മാനേജരും 2 ജീവനക്കാരുമാണ് ശിക്ഷിക്കപ്പെട്ടത്. 6 മാസം തടവും 2 ലക്ഷം റിയാൽ പിഴയുമായിരുന്നു ശിക്ഷ. ഇതിനെതിരെ സമർപ്പിച്ച അപ്പീലിലാണ് പുതിയ വിധി. ഇതുപ്രകാരം പിഴസംഖ്യ 2 ലക്ഷം റിയാലിൽ നിന്ന് 10,000 റിയാലായി കുറഞ്ഞു. അതേസമയം മരിച്ചവരുടെ ബന്ധുക്കൾക്ക് 2 ലക്ഷം ഖത്തർ റിയാൽ വീതം ദയാധനമായി കമ്പനി നൽകണമെന്ന കീഴ്ക്കോടതി ഉത്തരവ് അപ്പീൽ കോടതി ശരിവച്ചു. 2013 ഒക്ടോബർ 31-നാണ് ഷഹാനിയയിലെ ലേബർ ക്യാമ്പിലുണ്ടായ ദുരന്തത്തിൽ കോഴിക്കോട് എരഞ്ഞിപ്പാലം സ്വദേശി മുഹമ്മദ് ഫൈസൽ, മലപ്പുറം കുറ്റിപ്പുറം സ്വദേശി കരിമ്പനിക്കൽ ഇസ്ഹാഖ്, വർക്കല മേലേവെട്ടൂർ മുനീർ, മലപ്പുറം കോട്ടക്കൽ കൂരിയാട് ആലങ്ങാടൻ മുഹമ്മദ് എന്നിവർ മരിച്ചത്. തടവ് ശിക്ഷ താൽക്കാലികമായി നിർത്തിവെക്കാൻ ഉത്തരവിട്ടതോടെ വ്യവസ്ഥകൾക്ക് വിധേയമായി 3 പേർക്കും ജയിലിൽ കഴിയേണ്ടിവരില്ലെന്ന് നിയമവിദഗ്ധർ പറഞ്ഞു. മീഡിയ 1 ദോഹ. മിന ദുരന്തത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ എണ്ണം 111ആയതായി ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റ് അറിയിച്ചു. റിയാദിൽ നിന്നും സ്വകാര്യ ഗ്രൂപ്പിൽ ഹജ്ജിനെത്തിയ തൃശൂർ വടക്കാഞ്ചേരി സ്വദേശി മുജീബ് റഹ്മാന്റെ പേര് ലിസ്റ്റിലുണ്ടെങ്കിലും ഇയാളുടെ മരണം 2 ദിവസം മുമ്പ് തന്നെ ബന്ധുക്കൾ സ്ഥിരീകരിച്ചിരുന്നു. ദുരന്തത്തിന് ശേഷം കാണാതായ കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി കുഞ്ഞഹമ്മദ് കുഞ്ഞ് എന്ന മുഹമ്മദ് ഷാഫി, ലൈല ബീവി, ലാലുദ്ദീൻ എന്നിവർ അടക്കം 11 ഇന്ത്യക്കാരെ കുറിച്ചുള്ള വിവരങ്ങൾ ഇനിയും ലഭ്യമാവാനുണ്ട്. ഉംറ തീർത്ഥാടകരുടെ എണ്ണത്തിൽ അടുത്ത 3 വർഷത്തിനകം 10 ഇരട്ടി വർധനവുണ്ടാകുമെന്ന് സൗദി ഹജ്ജ് മന്ത്രി. പുതിയ ഉംറ നിയമാവലി ഉടൻ പ്രാബല്യത്തിൽ വരുമെന്നും അദ്ദേഹം അറിയിച്ചു. നവംബർ 12-ഓടെ ഈ വർഷത്തെ ഉംറ സീസൺ ആരംഭിക്കും. റമദാൻ അവസാനം വരെ നീണ്ടുനിൽക്കുന്ന 8 മാസത്തിനകം 1 കോടി ഉംറ തീർത്ഥാടകർ പുണ്യഭൂമിയിലെത്തും. കഴിഞ്ഞ സീസണിൽ 60 ലക്ഷം തീർത്ഥാടകർ വന്ന സ്ഥാനത്താണ് 1 കോടിയായി വർദ്ധിപ്പിക്കുന്നത്. മക്ക ഹറാം പദ്ധതികൾ പൂർത്തിയാകുന്നതോടെ തീർത്ഥാടകരുടെ എണ്ണത്തിൽ വൻ വർധനവുണ്ടാകും. 2018-ലെ ഉംറ സീസണിൽ 6 കോടി തീർത്ഥാടകർ പുണ്യഭൂമിയിലെത്തുമെന്നാണ് സൗദി ഹജ്ജ് മന്ത്രാലയം പ്രതീക്ഷിക്കുന്നത്. ഇത് നടപ്പുവർഷം വന്നതിന്റെ 10 ഇരട്ടിയാണ്. പുതിയ ഉംറ നിയമാവലി ഉടൻ പ്രാബല്യത്തിൽ വരുമെന്നും ഹജ്ജ് മന്ത്രി പറഞ്ഞു. ഉംറ തീർത്ഥാടകർക്ക് സേവനം ചെയ്യുന്ന കമ്പനികളിൽ നിന്ന് അഭിപ്രായം ശേഖരിച്ച ശേഷമാണ് പുതിയ നിയമാവലി രൂപപ്പെടുത്തിയിട്ടുള്ളത്. നിലവിൽ മാസത്തിൽ ശരാശരി 4 ലക്ഷം തീർത്ഥാടകർ എന്നത് പുതിയ നിയമാവലി പ്രാബല്യത്തിൽ വരുന്നതോടെ മാസത്തിൽ 12 ലക്ഷം തീർത്ഥാടകർ എന്ന എണ്ണത്തിലേക്ക് ഉയരുമെന്നും ഡോക്ടർ ബരദൻ അൽ ഹജാർ കൂട്ടിച്ചേർത്തു. മീഡിയ 1 റിയാദ്. കരിപ്പൂർ നേരിടുന്ന പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ പ്രവാസികളുടെ യോജിച്ച ശ്രമം അനിവാര്യമെന്ന് വിവിധ സംഘടനാ പ്രതിനിധികൾ വ്യക്തമാക്കി. പ്രവാസി സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമത്തിലാണ് വിമാനത്താവളത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമത്തിനെതിരെ ശക്തമായ പ്രതിഷേധമുയർന്നത്. ലോകത്ത് കേട്ടുകേൾവിയില്ലാത്ത രീതിയിൽ അറ്റകുറ്റപ്പണിയുടെ പേരിൽ ദീർഘകാലം വിമാനത്താവളം അടച്ചിടുന്നത് ചില താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണെന്ന വിഷയം അവതരിപ്പിച്ച് സംസാരിച്ച ഷബീർ ചാത്തമംഗലം അഭിപ്രായപ്പെട്ടു. സ്വകാര്യ താൽപര്യക്കാർ ഉദ്യോഗസ്ഥരുമായി ചേർന്നുള്ള ഗൂഢാലോചനയാണ് ഇതിന് പിന്നിലെങ്കിൽ കേരളത്തിലെ 20 പാർലമെന്റ് അംഗങ്ങളടക്കം ജനപ്രതിനിധികൾ എന്തെടുക്കുകയാണെന്നും അദ്ദേഹം ചോദിച്ചു. കരിപ്പൂരിനു വേണ്ടി മുഴുവൻ പ്രവാസികളും ശബ്ദിക്കണമെന്ന് അബൂബക്കർ പൊന്നാനി ആമുഖ പ്രസംഗത്തിൽ ആവശ്യപ്പെട്ടു. ജനങ്ങളുടെ ആവശ്യങ്ങൾ അട്ടിമറിക്കാൻ മാത്രം ശീലിച്ച ചില ഉദ്യോഗസ്ഥരുടെ ശ്രമങ്ങൾ പൊളിക്കാൻ പ്രവാസി സംഘടനകൾ യാഥാർത്ഥ്യബോധത്തോടെയുള്ള ശ്രമങ്ങൾ നടത്തണമെന്ന് OICC പ്രതിനിധി സി അബ്ദുൽ ഹമീദ് അഭിപ്രായപ്പെട്ടു. പൊതുമേഖലയിലുള്ള വിമാനത്താവളത്തെ തകർക്കാനുള്ള ശ്രമം അനുവദിക്കില്ലെന്നും കരിപ്പൂർ സംരക്ഷണത്തിന് തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്നും KMCC പ്രതിനിധി ആലിക്കുട്ടി ഒളവട്ടൂർ വ്യക്തമാക്കി. ഭൂമി ഏറ്റെടുക്കുക എന്ന വിഷയത്തിൽ പ്രദേശവാസികളെ സമ്മർദ്ദത്തിലാക്കി കരിപ്പൂർ നിലവിലെ അവസ്ഥയിൽ നിലനിർത്താനുള്ള സാധ്യത അടക്കുകയാണ് ചില സ്വാർത്ഥ താൽപര്യക്കാർ ചെയ്യുന്നതെന്ന് അലി കളത്തെങ്കിൽ പറഞ്ഞു. വിജയകുമാർ, ആൽബിൻ ജോസഫ് എന്നിവർ സംസാരിച്ചു. മീഡിയ 1 ദമാം. വാർത്തകൾ തുടരുന്നു. സംഘപരിവാർ സംഘടനകൾ നടത്തുന്ന ബീഫ് നിരോധന ശ്രമത്തിനും ഇതിന്റെ പേരിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന അക്രമങ്ങളിലും പ്രവാസികളുടെയും പ്രതിഷേധം ശക്തമാകുന്നു.
രാജ്യത്തിന്റെ മതേതര പാരമ്പര്യത്തിനെതിരെ ഹിന്ദു തീവ്രവാദ സംഘടനകൾ നടത്തുന്ന ഇത്തരം പ്രവണതയ്ക്കെതിരെ ശക്തമായ താക്കീത് നൽകിക്കൊണ്ട് നവോദയ യാംബു ഘടകം ബീഫ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു. നവോദയ 8ാം വാർഷികത്തോടനുബന്ധിച്ച് യാംബുവിൽ നടന്ന പൊതുപരിപാടിയിലാണ് ബീഫ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത്. പരിപാടിക്കെത്തിയവർക്ക് ബീഫും കപ്പയും വിതരണം നടത്തിക്കൊണ്ടാണ് ഇവർ തങ്ങളുടെ പ്രതിഷേധം പ്രകടിപ്പിച്ചത്. വ്യവസായ പ്രമുഖൻ മുഹമ്മദ് ഖാദർ ബീഫ് കഴിച്ച് മേള ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ ജനങ്ങൾ എന്ത് കഴിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് വർഗീയ ശക്തികളല്ലെന്നും സംഘപരിവാറിന്റെ ഭീഷണിയെ നേരിടാൻ മതേതര ശക്തികളുടെ ശക്തമായ നില കെട്ടിപ്പടുക്കണമെന്നും ഫെസ്റ്റിവലിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു. നവോദയ യാംബു ഏരിയ സെക്രട്ടറി ഷാബു വെളിയം പരിപാടികൾക്ക് നേതൃത്വം നൽകി. ബീഫ് സൂക്ഷിച്ചു എന്നാരോപിച്ചുകൊണ്ട് ഗൃഹനാഥനെ തല്ലിക്കൊന്ന സംഘപരിവാർ ഫാസിസ്റ്റ് ശക്തികളുടെ ഹീനമായ നടപടിക്കെതിരെ പ്രവാസ ലോകത്തിന്റെ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് ജിദ്ദ നവോദയ യാംബു ഏരിയയിലെ ഷെർക്ക് റാബിക് യൂണിറ്റുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ പ്രതിഷേധ ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുകയാണ്. 8ാം വാർഷികാഘോഷങ്ങൾക്ക് മിഴിവേകിക്കൊണ്ട് യാംബുവിലെ കൊച്ചുകുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ജിദ്ദയിലെ ഗായകൻ കരീം മാവൂരിന്റെ ഗാനങ്ങളും പ്രശസ്ത മിമിക്രി ആർട്ടിസ്റ്റ് കലാഭവൻ നസീബിന്റെ പ്രകടനങ്ങളും സദസ്സ് നന്നായി ആസ്വദിച്ചു. മീഡിയ 1 യാംബു. അഴിമതിയോടുള്ള കാഴ്ചപ്പാടിൽ ജനങ്ങളിൽ മാറ്റം ഉണ്ടാവണമെന്ന് പ്രമുഖ സിനിമാ നടൻ ശ്രീനിവാസൻ പറഞ്ഞു. ഇന്ത്യൻ സോഷ്യൽ ക്ലബ് മലയാള വിഭാഗം സലാലയിൽ ഒരുക്കിയ സാംസ്കാരിക സായാഹ്നത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യം മുച്ചൂടും അഴിമതിയിൽ കുളിച്ചേൽക്കുന്ന സാഹചര്യത്തിൽ ഇതിനെതിരെയുള്ള കാഴ്ചപ്പാടിൽ ജനങ്ങളിൽ മാറ്റമുണ്ടാവണമെന്ന് പ്രമുഖ സിനിമാ നടൻ ശ്രീനിവാസൻ പറഞ്ഞു. മലയാളികളുടെ ജനാധിപത്യ സ്വപ്നങ്ങളുടെ അസ്ഥിപഞ്ജരങ്ങളിൽ മേൽപ്പണിത കരാള ദുർഗങ്ങളാണ് ഭരണകൂടങ്ങളെന്ന എഴുത്തുകാരൻ സക്കരിയയുടെ നിരീക്ഷണം അർത്ഥവത്താണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ISC മലയാള വിഭാഗം സലാലിൽ ഒരുക്കിയ സാംസ്കാരിക സായാഹ്നം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൺവീനർ ഡോക്ടർ നിഷ്ഠാറിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ മൻപ്രീത് സിംഗ്, സനാതനൻ, UP ശശിധരൻ, ഐസക് തങ്കച്ചൻ, മനോജ് കുമാർ, P ഉണ്ണികൃഷ്ണൻ, നവീജ് വിനോദ് തുടങ്ങിയവർ സംബന്ധിച്ചു. പരമ്പരാഗത രീതിയിലുള്ള ഘോഷയാത്രയോടെയാണ് ഓണം ഈദാഘോഷങ്ങൾ തുടങ്ങിയത്. രംഗപൂജ, തിരുവാതിര, ഒപ്പന, സംഘഗാനം, വിവിധ നൃത്തങ്ങൾ, ലഘുനാടകം, ഗാനമേള തുടങ്ങിയ വിവിധങ്ങളായ കലാപരിപാടികൾ സാംസ്കാരിക സായാഹ്നത്തെ മികവുറ്റതാക്കി. ഹുസൈൻ കച്ചിലോടി സ്വാഗതവും ആശാഹരി നന്ദിയും പറഞ്ഞു. സുരേഷ് മേനോനായിരുന്നു അവതാരകൻ. കോ കൺവീനർ അനിൽ ബാബുവും മറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും നേതൃത്വം നൽകി. മീഡിയ 1 സലാല. വിദ്യാഭ്യാസ നിലവാരം ഉയരാൻ അധ്യാപകരിൽ കാതലായ മാറ്റം അനിവാര്യമാണെന്ന് അബുദാബിയിൽ നടന്ന ഇന്ത്യൻ അധ്യാപക സമ്മേളനം വിലയിരുത്തി. ടീൻസ് ഇന്ത്യ അബുദാബി യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ വിഭാഗവും സംയുക്തമായാണ് UAEയിലെ ഇന്ത്യൻ ഹൈസ്കൂൾ അധ്യാപകർക്കായി ടീച്ചേഴ്സ് കോൺഫറൻസ് സംഘടിപ്പിച്ചത്. പുതിയ ലോക സാഹചര്യത്തിലുണ്ടാകുന്ന മാറ്റം ഉൾക്കൊള്ളാൻ അധ്യാപകൻ ജീവിതകാലം മുഴുവൻ പഠിക്കണമെന്നും കലാകാരന്റെ ഭാവനയും ശാസ്ത്രജ്ഞന്റെ അഗാധ നിരീക്ഷണവും സ്വായത്തമാക്കുവാൻ ഓരോ അധ്യാപകനും കഴിയേണ്ടതുണ്ടെന്നും അബുദാബിയിൽ നടന്ന ഇന്ത്യൻ അധ്യാപക സമ്മേളനം വിലയിരുത്തി. UAEയിലെ ഇന്ത്യൻ ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ നിതാ ഭൂഷൺ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളുടെ ജീവിതം എളുപ്പമാക്കി കൊടുക്കാൻ അധ്യാപകന് കഴിയേണ്ടതുണ്ടെന്നും അതിനായി നിരന്തരം കഴിവുകൾ പുതുക്കിക്കൊണ്ടിരിക്കുന്നവരാകണം അധ്യാപക സമൂഹമെന്നും നിതാ ഭൂഷൺ പറഞ്ഞു. വിദ്യാർത്ഥി പരിവർത്തനത്തിന് നേതൃത്വം നൽകാൻ രക്ഷിതാക്കളെക്കാളുപരി അധ്യാപകർക്കാണ് സാധിക്കുകയെന്ന ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തിയ അബുദാബി സർവകലാശാല പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ റിച്ചാർഡ് ഗിബ് പറഞ്ഞു. മൂല്യങ്ങളിൽ ഉറച്ചുനിന്ന് വിശാലമായ ക്യാൻവാസിൽ ചലിക്കാൻ വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കണമെന്ന് ഷാർജ ഇസ്ലാമിക് ബാങ്ക് വൈസ് പ്രസിഡന്റ് ഡോക്ടർ സംഗീത് ഇബ്രാഹിം അഭിപ്രായപ്പെട്ടു. അധ്യാപന മേഖലയിലെ വിവിധ സാധ്യതകളെ ഉന്നയിച്ചുകൊണ്ട് വ്യത്യസ്ത വിഷയങ്ങളിൽ അബുദാബി യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ വിഭാഗം തലവന്മാരായ ഡോക്ടർ ജേക്കബ് എം ചാക്കോ, ഡോക്ടർ ശ്രീതി നായർ, ഡോക്ടർ വിനോദ് തമ്പി എന്നിവർ ക്ലാസുകൾ നയിച്ചു. ഡോക്ടർ മുഹമ്മദ് പാറക്കണ്ടി വിവിധ യൂണിവേഴ്സിറ്റി കോഴ്സുകളുടെ സാധ്യതകളെ പരിചയപ്പെടുത്തുകയും ചെയ്തു. ടീൻസ് ഇന്ത്യ രക്ഷാധികാരി അബ്ദുള്ള സവാദ് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ UAEയിലെ 100-ലധികം ഇന്ത്യൻ വിദ്യാലയങ്ങളിൽ നിന്നായി 600 അധ്യാപകരും പ്രിൻസിപ്പൽമാരും സംബന്ധിച്ചു. മീഡിയ 1 അബുദാബി. സൗദിയിലെ വിവിധ ഭാഗങ്ങളിലായി 15 വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പുനരുദ്ധരിക്കാൻ നീക്കം. സൗദി കമ്മീഷൻ ഫോർ ടൂറിസം ആൻഡ് ഹെറിറ്റേജിന്റെ പ്രത്യേക പദ്ധതി പ്രകാരം 35 ദശലക്ഷം റിയാൽ ചെലവഴിച്ചാണ് വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ വിപുലമായ ഒരുക്കങ്ങൾ നടത്തുന്നത്. റിയാദ് പ്രവിശ്യയിലെ അൽ ഖർജിൽ ഐൻ സംഹ പ്രദേശം 2.5 ദശലക്ഷം റിയാൽ ചെലവിട്ടും മജ്മുഅ നഗരത്തിലെ പൗരാണിക കെട്ടിടവും മുനൈഖ് കൊട്ടാരവും 8.25 ലക്ഷം റിയാൽ ചെലവിട്ടും പുനർനിർമ്മിക്കും. ഐൻ സംഹ വിശ്രമ സങ്കേതത്തിൽ ഇരിപ്പിടങ്ങളും മേലാപ്പും കോൺഫറൻസ് ഹാളും നടപ്പാതകളും വേലികളും പണിതീർക്കും. ജിസാനിലെ അൽഫഖ്വ ബീച്ചിന്റെ പുനരുദ്ധാരണത്തിനും വികസനത്തിനും 2.5 ദശലക്ഷം റിയാലാണ് ചെലവഴിക്കുന്നത്. ഇവിടെ കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ആകർഷകമായ ഭക്ഷണശാലയും 2 സമ്മേളന വേദികളും ഒരുക്കും.
അൽ ഖസീം പ്രവിശ്യയിലെ അൽറസ് മുനിസിപ്പാലിറ്റിക്ക് കീഴിലുള്ള പൈതൃക ഗ്രാമത്തിന്റെ പുനരുദ്ധാരണത്തിന് 91 ലക്ഷം റിയാൽ ചെലവഴിക്കും. മക്ക പ്രവിശ്യയിൽ ഖുൻഫുദ നഗരസഭയ്ക്ക് കീഴിൽ ജബൽ ഖന ബീച്ചിന്റെ അറ്റകുറ്റപ്പണികളും വികസന പ്രവർത്തനങ്ങളും 19 ലക്ഷം റിയാൽ ചെലവിട്ട് പൂർത്തീകരിക്കും. നജ്റാൻ പ്രവിശ്യയിലെ അറൂഖ് ബനി മആരിദ് വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിന്റെ സംരക്ഷണത്തിനും ഇക്കോ ക്യാമ്പസിന്റെ വികസന പ്രവർത്തനത്തിനും 6.5 ദശലക്ഷം റിയാൽ ചെലവഴിക്കും. ഹഫറുൽ ബാത്വിൻ, അൽ ഖുവയ്യയിലെ ഐനുൽ ഹാറ, ഹായിൽ പ്രവിശ്യയിലെ മഷാർ റിസോർട്ട് ഗേറ്റ്, അൽജഫ് പ്രവിശ്യയിലെ ദൗമത്തുൽ ജന്തൽ തടാകം, വടക്കൻ അതിർത്തിയിലെ തുറൈഫിലുള്ള പ്രാപ്പിഡിയൻ സൂഖ്, കിഴക്കൻ പ്രവിശ്യയിലെ അൽ-അഖ്സ നാഷണൽ പാർക്ക് എന്നിവിടങ്ങളിലും പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തി വിനോദസഞ്ചാരികളെ ആകർഷിക്കാനുള്ള വിപുലമായ പദ്ധതികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. മീഡിയ 1 റിയാദ്. സൗദി പ്രതിരോധ മന്ത്രിയും രണ്ടാം കിരീടാവകാശിയുമായ പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാനും റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും മോസ്കോയിൽ കൂടിക്കാഴ്ച നടത്തി. ആഭ്യന്തര പ്രതിസന്ധി രൂക്ഷമായ സിറിയയിൽ റഷ്യ ബഷാർ അനുകൂല നിലപാട് സ്വീകരിച്ചതിന്റെ പേരിലുള്ള അഭിപ്രായ ഭിന്നതകൾ നിലനിൽക്കുന്നതിനിടെയാണ് ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള കൂടിക്കാഴ്ച. സിറിയയിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾ അമർച്ച ചെയ്യണമെന്നതിൽ ഇരു രാജ്യങ്ങൾക്കും ഏകാഭിപ്രായമാണുള്ളതെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്ലോവ് പറഞ്ഞു. ഈജിപ്തിൽ തിങ്കളാഴ്ച ആരംഭിക്കുന്ന ഫിലിം ഫെസ്റ്റിവലിൽ സൗദിയിൽ നിന്ന് 13 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. ഡോക്യുമെന്ററികൾ, ഹ്രസ്വചിത്രങ്ങൾ എന്നിവയാണ് ക്യാം ഇന്റർനാഷണൽ എന്ന പേരിൽ കെയ്റോയിൽ നടക്കുന്ന ചലച്ചിത്ര ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിക്കുക. 5 ദിവസം നീളുന്ന പരിപാടിയിൽ അറബ്, യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് 22 രാഷ്ട്രങ്ങൾ പങ്കെടുക്കും. 80-ലധികം ചിത്രങ്ങളാണ് ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിക്കുക. ഭട്കൽ അഞ്ജുമൻ എഞ്ചിനീയറിംഗ് കോളേജ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം അബുദാബിയിൽ നടന്നു. അൽബുസ്താൻ ഹോട്ടലിൽ നടന്ന പരിപാടിയിലെ കോളേജിലെ 100 കണക്കിന് പൂർവ്വ വിദ്യാർത്ഥികൾ സംഗമിച്ചു. ഭട്കൽ അഞ്ജുമൻ എഞ്ചിനീയറിംഗ് കോളേജിലെ 1980 മുതൽ 2010 വരെയുള്ള 30ഓളം ബാച്ചുകളിലുള്ള പൂർവ്വ വിദ്യാർത്ഥികളാണ് അബുദാബിയിൽ ഒരുമിച്ചത്. കുടുംബത്തോടൊപ്പം എത്തിയ പൂർവ്വ വിദ്യാർത്ഥികളുടെ പരിപാടി നിരവധി ഓർമ്മകളുടെ കൂടി സംഗമവേദിയായി. അബുദാബി അൽബുസ്താൻ ഹോട്ടലിൽ നടന്ന പരിപാടിയിൽ ഇന്ത്യയിൽ നിന്നും മറ്റ് GCC രാജ്യങ്ങളിൽ നിന്നുമായി 700-ലധികം പേരാണ് എത്തിയത്. പ്രമുഖ പിന്നണി ഗായകൻ അനൂപ് ശങ്കർ നയിച്ച സംഗീത നിശയും മിമിക്രി കലാകാരൻ സിറാജ് പയ്യോളിയുടെ ഹാസ്യപരിപാടിയും ചടങ്ങിനെ വർണ്ണാഭമാക്കി. നടിയും റേഡിയോ അവതാരകയുമായ നൈല ഉഷ നയിച്ച പരിപാടിയിൽ അലുമിനി ജനറൽ സെക്രട്ടറി SM ഖലീൽ അധ്യക്ഷത വഹിച്ചു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, കൂട്ടായുള്ള ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങി വ്യത്യസ്ത പദ്ധതികൾ ആരംഭിക്കുവാനും അലുമിനി കൂട്ടായ്മ തീരുമാനിച്ചു. മീഡിയ 1 അബുദാബി. മസ്കത്തിലെ കലാ സാംസ്കാരിക വേദിയായ ഭാവലയയുടെ ഈ വർഷത്തെ കലാപുരസ്കാരം TV സീരിയൽ സംവിധായകൻ KK രാജീവിന് സമ്മാനിക്കും. നാട്യകലാരത്നം അവാർഡിന് നർത്തകി പത്മിനി കൃഷ്ണമൂർത്തി അർഹയായി. ഭാവലയ ചെയർമാൻ ഡോക്ടർ J രത്നകുമാർ വാർത്താസമ്മേളനത്തിലാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. ടെലിവിഷൻ പരമ്പരകൾക്ക് നിലവാരം കുറയുന്നു എന്ന ആക്ഷേപങ്ങൾക്കിടയിലും നിലവാരമുള്ള സീരിയലുകൾ പ്രേക്ഷകർക്ക് സമ്മാനിച്ചതിനാണ് KK രാജീവിനെ ഭാവലയ പുരസ്കാരം നൽകി ആദരിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. 50,001 രൂപയും ഫലകവുമാണ് പുരസ്കാരം. മസ്കത്തിലെ അറിയപ്പെടുന്ന ഭരതനാട്യം നർത്തകി പത്മിനി കൃഷ്ണമൂർത്തിക്കാണ് നാട്യകലാരത്നം സമ്മാനിക്കുക. ഈ മാസം 17-ന് റൂവി അൽഫലജ് ഹോട്ടലിൽ നടക്കുന്ന ഭാവലയം പരിപാടിയിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. ഇന്ത്യൻ അംബാസഡർ ഇന്ദ്രമണി പാണ്ഡെ, ഒമാൻ ഫിലിം സൊസൈറ്റി ചെയർമാൻ ഡോക്ടർ ഖാലിദ് സജ്ജാലി എന്നിവർ മുഖ്യാതിഥികളായിരിക്കും. മാധ്യമപ്രവർത്തകൻ കബീർ യൂസഫ് സംവിധാനം ചെയ്ത ടു ബി ഓർ നോട്ട് ടു ബി എന്ന ഹ്രസ്വചിത്രം ചടങ്ങിൽ പ്രദർശിപ്പിക്കും. RLV ബാബു ചിട്ടപ്പെടുത്തിയ നാടൻ നൃത്തവും അരങ്ങേറും. 18-ന് TV സീരിയലുകളുടെ സാമൂഹിക പ്രത്യാഘാതങ്ങൾ എന്ന വിഷയത്തിൽ ചർച്ച നടക്കും. മസ്കത്ത് യുണിക് ഡയമണ്ട് എന്റർടൈൻമെന്റ് MD ഗിരിജ ബേക്കർ, പ്രോഗ്രാം കോർഡിനേറ്റർ രാധാകൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ 1 മസ്കത്ത്. UAE-യിലെ ഡോക്ടർമാരും സംഗീതജ്ഞരുമായവരുടെ കൂട്ടായ്മയായ അക്കോസ്റ്റിക് പ്യുവർ മ്യൂസിക്കൽ ഹീലിംഗ് രാഗ ക്ലിനിക് എന്ന പേരിൽ സംഗീത പരിപാടി സംഘടിപ്പിച്ചു. നിരവധി പ്രമുഖരുടെ സാന്നിധ്യത്തിൽ ദുബൈയിലെ ഇന്ത്യൻ കൗൺസിലേറ്റ് ഓഡിറ്റോറിയത്തിലാണ് പരിപാടി നടന്നത്. UAE-യിലെ ഡോക്ടർമാരും സംഗീതജ്ഞരുമായവരുടെ കൂട്ടായ്മയായ അക്കോസ്റ്റിക് പ്യുവർ മ്യൂസിക്കൽ ഹീലിംഗ് രൂപം നൽകിയ ഉദ്യമമാണ് രാഗ ക്ലിനിക്. ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ അകമ്പടിയിൽ സംഗീതവും രോഗശമനപരമായ സംഗീത പരിപാടിയും ഉൾക്കൊള്ളിച്ചാണ് രാഗ ക്ലിനിക് നടത്തിയത്. ഗസലുകളും സിനിമാ ഗാനങ്ങളും കവിതകളും സംഗീതരാവിന് നിറം പകർന്നു. നിരവധി പ്രമുഖരുടെ സാന്നിധ്യത്തിൽ ദുബൈയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ഓഡിറ്റോറിയത്തിലാണ് പരിപാടി നടന്നത്. ഡോക്ടർ മുഹമ്മദ് ഷക്കീൽ, സോംദത്ത ബസു, നിതിൻ ജോ, സനന്ദ തിരുമംഗലം, ബിനിൽ ത്യാഗരാജൻ,
കൃഷ്ണകുമാർ, ഇബിൻ സിറാജ്, ഹരിശ്രീധൻ, ജാൻസൺ സെബാസ്റ്റ്യൻ തുടങ്ങി സംഗീത കലാരംഗത്തെ നിരവധി പ്രമുഖർ പരിപാടിയിൽ അണിനിരന്നു. മീഡിയ 1, ദുബായ്. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശവുമായി ഫ്രണ്ട്സ് സോഷ്യൽ അസോസിയേഷൻ സംഘടിപ്പിച്ച സൗഹൃദ സംഗമം ശ്രദ്ധേയമായി. ബഹ്റൈനിലെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ പരിപാടിയിൽ പങ്കെടുത്തു. സാമൂഹിക ഐക്യത്തിന്റെയും മതേതര മൂല്യങ്ങളുടെ സംരക്ഷണത്തിന്റെയും സന്ദേശം നൽകിയാണ് ഫ്രണ്ട്സ് സോഷ്യൽ അസോസിയേഷൻ ബഹ്റൈനിൽ സൗഹൃദ സംഗമം സംഘടിപ്പിച്ചത്. സമൂഹത്തിലെ വിവിധ തുറകളിൽ പ്രവർത്തിക്കുന്ന പ്രമുഖരുടെ പങ്കാളിത്തത്തോടെ നടന്ന പരിപാടി ബഹ്റൈനിലെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ കൂട്ടായ്മ കൂടിയായി മാറി. സമൂഹത്തിൽ വിദ്വേഷവും തെറ്റിദ്ധാരണകളും ഉണ്ടാക്കുവാനുള്ള ശ്രമങ്ങളെ ചെറുത്തുതോൽപ്പിക്കണമെന്ന് സംഗമം അഭിപ്രായപ്പെട്ടു. എല്ലാ മതങ്ങളും പരസ്പരം സ്നേഹിക്കുവാനും സഹകരിക്കുവാനുമാണ് പഠിപ്പിക്കുന്നതെന്നും രാജ്യത്തിന്റെ പുരോഗതിക്കായി എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നും സംഗമത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു. പ്രശസ്ത മേക്കപ്പ് മാൻ പട്ടണം റഷീദ് പരിപാടിയിൽ മുഖ്യാതിഥിയായിരുന്നു. ഫ്രണ്ട്സ് സോഷ്യൽ അസോസിയേഷൻ പ്രസിഡന്റ് സൊഹൈർ റമദാൻ നദ്വി ഓണം ഈദ് സന്ദേശം നൽകി. സെന്റ് പോൾ മാർത്തോമ ചർച്ച് വികാരി ഡോക്ടർ ടി സക്കറിയ, കേരളീയ സമാജം സെക്രട്ടറി VK പവിത്രൻ, ഇന്ത്യൻ സ്കൂൾ സെക്രട്ടറി ഷെമിലി ജോൺ, ഷാജി കാർത്തികേയൻ, സുബൈർ കണ്ണൂർ, PT നാരായണൻ, എബ്രഹാം ജോൺ, PV സിദ്ദീഖ്, KT സലീം, ചെമ്പൻ ജലാൽ, റഫീഖ് അബ്ദുള്ള തുടങ്ങിയവർ പരിപാടിയിൽ സംസാരിച്ചു. ഫ്രണ്ട്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ജമാൽ ഇരിങ്ങൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ സെക്രട്ടറി MM സുബൈർ സ്വാഗതവും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം EK സലീം നന്ദിയും പറഞ്ഞു. സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ. ഹിജ്റ പുതുവർഷം പ്രമാണിച്ച് UAE-യിലെ സർക്കാർ ജീവനക്കാർക്ക് വ്യാഴാഴ്ച അവധി. ബുധനാഴ്ചയാണ് ഹിജ്റ പുതുവർഷാരംഭമെങ്കിലും വാരാന്ത്യ അവധി ദിനങ്ങൾ കൂടി ഉൾപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് വ്യാഴാഴ്ചയിലേക്ക് മാറ്റമെന്ന് അധികൃതർ വ്യക്തമാക്കി. MMC ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലുള്ള മെട്രോ മെഡിക്കൽ കെയർ കുവൈത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. ഫർവാനിയ ക്രൗൺ പ്ലാസ സിഗ്നലിന് സമീപം ഹബീബ് മുനവർ സ്ട്രീറ്റിൽ 10 നിലകളിലായുള്ള ക്ലിനിക്കിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തെ 56 പ്രമുഖർ ചേർന്നാണ് ഉദ്ഘാടനം ചെയ്തത്. വിവിധ രാജ്യങ്ങളിലെ സ്ഥാനപതിമാർ, അണ്ടർ സെക്രട്ടറിമാർ, സ്വദേശി പ്രമുഖർ, പ്രവാസി സംഘടനാ പ്രതിനിധികൾ എന്നിവർ ഉൾപ്പെടുന്ന 56 പേരാണ് ഉദ്ഘാടകരായി എത്തിയത്. വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ ഉദ്ഘാടനം അംബാസഡർമാർ ചേർന്ന് നിർവഹിച്ചു. പീഡിയാട്രിക്സ്, ഗൈനക്കോളജി, ഇന്റേണൽ മെഡിസിൻ, ഡെർമറ്റോളജി, ഡെന്റൽ, ENT, ജനറൽ മെഡിസിൻ, ലാബ്, എക്സ്റേ തുടങ്ങിയ വിഭാഗങ്ങളും ഫാർമസിയും ഉൾപ്പെടുന്നതാണ് മെട്രോ മെഡിക്കൽ കെയർ. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 2000 പേർക്ക് പ്രിവിലേജ് കാർഡും 1000-ൽ പരം ആളുകൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. ശനിയാഴ്ച മുതൽ എല്ലാ വിഭാഗങ്ങളും പ്രവർത്തനം ആരംഭിച്ചതായി മെട്രോ മെഡിക്കൽ കെയർ മാനേജ്മെന്റ് വ്യക്തമാക്കി. കുവൈത്തിലാദ്യമായി മുഴുവൻ സമയവും 1 ദിനാർ മാത്രം നൽകി ഡോക്ടർമാരെ കാണുന്നതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. പരിചയസമ്പന്നരായ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും സേവനം ആശുപത്രിയിൽ ലഭ്യമാണെന്നും മാനേജ്മെന്റ് അറിയിച്ചു. മീഡിയ 1, കുവൈറ്റ് സിറ്റി. കുവൈത്തിലെ നിർമ്മാണം പുരോഗമിക്കുന്ന ജഹ്റ റോഡിന്റെ 4 കിലോമീറ്റർ ഭാഗം അടുത്ത മാസം ആദ്യത്തോടെ ഗതാഗതത്തിന് തുറന്നുകൊടുക്കുമെന്ന് പൊതുമരാമത്ത് മന്ത്രാലയം അറിയിച്ചു. UN റൗണ്ട് അബൌട്ട് മുതൽ അലി സ്വബാഹ് അക്കാദമി വരെയുള്ള ഭാഗമാണ് തുറന്നുകൊടുക്കുക. പൊതുമരാമത്ത് മന്ത്രാലയം ഏറ്റെടുത്ത് നടത്തിവന്ന പദ്ധതികളിൽ ഏറ്റവും വലുതാണ് 14 കിലോമീറ്റർ നീളമുള്ള പാലത്തോടു കൂടിയ ജഹ്റ റോഡ് വികസനം. 2018ഓടെ പദ്ധതി പൂർത്തിയാകുമെന്ന് അധികൃതർ അറിയിച്ചു. സൗദിയിലെ അറാർ പ്രവിശ്യയിൽ ഇന്ത്യൻ മാധ്യമപ്രവർത്തകർ അറാർ പ്രസ് ഫോറം എന്ന പേരിൽ സംഘടന രൂപീകരിച്ചു. കുഞ്ഞമ്മദ് പട്ടാമ്പി അധ്യക്ഷത വഹിച്ചു. കുഞ്ഞമ്മദ് കൂരാച്ചുണ്ടിനെ പ്രസിഡന്റായും സലീം പാനൂരിനെ ജനറൽ സെക്രട്ടറിയായും കുഞ്ഞമ്മദ് പട്ടാമ്പിയെ ട്രഷററായും തെരഞ്ഞെടുത്തു. ഷാനവാസ് കോട്ടയം, നിസാർ താമരക്കുളം, സക്കീർ താമരത്ത്, അനീഷ് വെള്ളലശ്ശേരി എന്നിവരാണ് മറ്റംഗങ്ങൾ. കോഴിക്കോട് ജില്ലയിലെ കടലൂർ നിവാസികളുടെ സാംസ്കാരിക കൂട്ടായ്മയായ സാന്ത്വനം കടലൂർ സ്നേഹസംഗമം സംഘടിപ്പിച്ചു. അബ്ബാസിയ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിൽ നടന്ന പരിപാടി ഷബീർ മണ്ടോളി ഉദ്ഘാടനം ചെയ്തു. തെക്കൻ ലബനാനിലെ കദർമായ പ്രദേശത്തെ അഭയാർത്ഥി ക്യാമ്പുകളിലെ കുട്ടികൾക്ക് റെഡ് ക്രസന്റ് കളിസ്ഥലം ഒരുക്കുന്നു. 100കണക്കിന് സിറിയൻ കുടുംബങ്ങൾ കഴിയുന്ന ക്യാമ്പിൽ ഭക്ഷണവും വസ്ത്രവും ഉൾപ്പെടെ അവശ്യ വസ്തുക്കളും റെഡ് ക്രസന്റ് വിതരണം ചെയ്തു. റെഡ് ക്രസന്റിന്റെ ലബനാൻ അഭയാർത്ഥികാര്യ സമിതി മേധാവി മുസായിദ് അൽ ഇൻസിയാണ് ഇക്കാര്യം അറിയിച്ചത്. ഫുട്ബോൾ സൗഹൃദത്തിനും സാഹോദര്യത്തിനും എന്ന സന്ദേശവുമായി സൗദി ഇന്ത്യൻ ഫുട്ബോൾ ഫോറം സംഘടിപ്പിക്കുന്ന ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഫിക്ചർ പ്രകാശനം ചെയ്തു. ഫിക്ചർ തയ്യാറാക്കുന്നതിന് മുന്നോടിയായുള്ള ടീം നറുക്കെടുപ്പിന്റെ ഉദ്ഘാടനം മുൻ MP വിജയരാഘവൻ നിർവഹിച്ചു. ജിദ്ദയിലെ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖരും മാധ്യമപ്രവർത്തകരും ചടങ്ങിൽ സംബന്ധിച്ചു. ഈ മാസം 16-ന് ഖാലിദ് ബനു വലീദ് സ്ട്രീറ്റിൽ ഹിലാൽ ഷാം സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന ടൂർണമെന്റിൽ സൗദിയിലെ 32 ടീമുകൾ 4 ഡിവിഷനുകളായി മാറ്റുരയ്ക്കും. ഇതോടെ മിഡിസ്റ്റ് അവരുടെ പൂർണ്ണമാവുന്നു. ശുഭരാത്രി.